ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതിയായിരിക്കുകയാണ്. 2 ഘട്ടമായാണ് ബീഹാർ ഇത്തവണ ജനവിധി എഴുതുന്നത്. നവംബർ 6, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി ബീഹാർ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, 2020-ൽ 3 ഘട്ടങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ 2 ഘട്ടമാക്കി കുറച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് സംബന്ധിച്ച്, നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ജ്ഞാനേഷ് കുമാർ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് പ്രധാന വിവരങ്ങൾ? സുജിയ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഏതായാലും ബീഹാറിൽ ഇത്തവണ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടത്താനുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു. അന്ന് ഒക്ടോബർ 28-ന് ആരംഭിച്ച് നവംബർ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന തരത്തിലായിരുന്നു 2020-ലെ തെരഞ്ഞെടുപ്പ് എങ്കിൽ ഇത്തവണ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് 6-ാം തീയതിയും നവംബർ 6-ാം തീയതിയും, 2ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11-നുമാണ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ നടക്കുക. അങ്ങനെ നവംബർ 6 മുതൽ നവംബർ 15 വരെ നീളുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളാണ് ബീഹാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ബീഹാർ വലിയ വിവാദത്തിലായിരുന്നു. ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ തന്നെ വലിയ വിവാദമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും വോട്ടർ പട്ടിക വിഷയത്തിൽ ഇനി എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുന്നതിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. 7,43,00,000 വോട്ടർമാരാണ് ബീഹാറിൽ ആകെ ഉള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ 3,92,00,000 പേർ പുരുഷന്മാരാണ്, 3,50,00,000 പേർ സ്ത്രീകളാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകളുമായി വരുന്നവർക്ക് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഒപ്പം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ആപ്പ് സംവിധാനവും ഉണ്ടാകും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് അവരുടെ വോട്ടുകൾ ഉറപ്പാക്കാൻ അതിലൂടെ കഴിയും എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. അങ്ങനെ നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല 243 അംഗ നിയമസഭാ മണ്ഡലങ്ങളിൽ 243 പ്രത്യേക തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും എല്ലാ വോട്ടർമാർക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയാണ്. അങ്ങനെ സുതാര്യമായിട്ടായിരിക്കും സുതാര്യത ഉറപ്പുവരുത്താനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഏതായാലും ബീഹാറിൽ ഇത്തവണ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നൊക്കെ തന്നെ രാഷ്ട്രീയ രംഗം കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ്. 2020-ൽ നമുക്കറിയാം കപ്പിനും ചുണ്ടിനുമിടയിലാണ് മഹാസഖ്യത്തിന് അധികാരം നഷ്ടമായത്. അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമോ? അതിലേക്ക്, ആ വിശകലനത്തിലേക്ക് നമുക്ക് എത്താം.